മുംബൈ ഭീകരാക്രമണ കേസിൽ കോൾമാൻ ഹെഡ്ലിയെ എൻഐഎ ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിനായി അമേരിക്കയുടെ സഹായം തേടും. റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, ആദ്യമൊക്കെ ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്ത സമയത്തൊക്കെ നിസ്സഹകരണമായിരുന്നു, പക്ഷെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോൾ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരം ലഭിച്ചു. അത് തന്നെയല്ലേ ഇപ്പോൾ ഹെഡ്ലിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്? വർഷ തീർച്ചയായും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ റാണയിൽ നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങൾ എൻഐഎ പുറത്തുവിടുന്നത്. എന്തായാലും പ്രധാനമായും ഈ മുഖ്യ സൂത്രധാരനായിട്ടുള്ള കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അമേരിക്കയുടെ തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൾമാൻ ഹെഡ്ലിയെ നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. പ്രത്യേകിച്ചും ഈ വിചാരണ സമയത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ വിട്ടയക്കരുത് എന്നുള്ള ഒരു ഉടമ്പടി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അമേരിക്കയുമായിട്ടുള്ള വിചാരണ നടപടികളുമായി കോൾമാൻ ഹെഡ്ലി സഹകരിച്ച് പോതിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് കോൾമാൻ ഹെഡ്ലിയെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലെത്തി എൻഐഎ കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം എൻഐഎയും വരും മണിക്കൂറുകളിൽ അമേരിക്ക അറിയിക്കും. അതേസമയം അമേരിക്ക ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ചും നേരത്തെ ഇത്തരത്തിലൊരു കോൾമാൻ ഹെഡ്ലിയുമായി ഉടമ്പടിയിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അമേരിക്കൻ സർക്കാർ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളിൽ നിന്നും ലഷ്കർ-ഇ തൊയ്ബയും അതോടൊപ്പം ISIയുമായി ബന്ധപ്പെട്ട കോൾമാൻ ഹെഡ്ലിയുടെ സുപ്രധാന വിവരങ്ങൾ എൻഐഎക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിലൊരു കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് ഇപ്പോൾ കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യണമെന്ന ഒരു നിർണായക നീക്കത്തിലേക്ക് ഇപ്പോൾ എൻഐഎയും കടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ രേഖാമൂലം ഇന്ത്യ സമർപ്പിക്കും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇത് കൃത്യമായിട്ട് എന്ന് നൽകും എന്നുള്ള കാര്യത്തിലൊന്നും എൻഐഎ ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യണമെന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ എൻഐഎയും കടന്നിരിക്കുന്നത്. അതാണ് റഷീദ്, ഈ ഹെഡ്ലിയെ നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയുടെ സഹായവും തേടിയിരിക്കുന്നത് അല്ലേ? വർഷ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൾമാൻ ഹെഡ്ലി അമേരിക്കൻ സർക്കാരുമായി നേരത്തെ ഉടമ്പടിയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഈ സഹകരണം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സർക്കാരുമായി സഹകരിച്ച് പോകുന്നത്. പ്രത്യേകിച്ചും തന്നെ ഈ മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പാകിസ്ഥാനിലേക്കും അതോടൊപ്പം ഇന്ത്യയിലേക്കും നാടു കടത്തരുത് അല്ലെങ്കിൽ വിട്ടയക്കരുത് എന്നുള്ളൊരു ഉടമ്പടി നേരത്തെ വച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക തുടർ നടപടികളും സ്വീകരിച്ചിരുന്നത്. നിലവിലിപ്പോൾ അമേരിക്കയുടെ ശിക്ഷാ നടപടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കോൾമാൻ ഹെഡ്ലി. ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ എത്തിക്കൊണ്ട് എൻഐഎ സംഘം കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്ന നീക്കത്തിലേക്ക് കടക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും അമേരിക്ക ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ അപേക്ഷ അമേരിക്ക നിരസിക്കുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് അമേരിക്ക കടക്കുമോ എന്നുള്ളത് തന്നെയാണ് എൻഐഎ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ശരി റഷീദ.